ഇപ്പൊ രാത്രിയിലാണ് കാണാൻ വന്നിരിക്കുന്നത്. തിരിച്ചെങ്ങനെ ഞാൻ പോകുന്നത്? പ്രണവ് തിരിച്ചു വരുമോ വരാതിരുന്നാലും രാഹുൽ സദാശിവൻ ഒരു ഗ്യാരണ്ടീഡ് സാധനമാണ്. പ്രണവിന്റെ ഒരു വ്യത്യസ്തമായ ഒരു പ്രകടനം പ്രതീക്ഷിച്ചാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞു പോയ പടങ്ങളിലേക്കാളൊക്കെ ഒരു മികച്ച ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ ഡയറക്ടർ അറിയാലോ? അറിയാം, പ്രമേഹം. പിന്നെ നമ്മുടെ ഷെയ്ൻ നിഗത്തിന്റെ പടം ഗംഭീരമായിരിക്കും. രാഹുൽ സദാശിവനുള്ള ഒരു പ്രതീക്ഷയാണ് തീർച്ചയായും. പിന്നെ പ്രണവിന്റെ ഒരു എന്താ പറയാ, ഒരു ഗംഭീരമായിരിക്കും എന്നുള്ള ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അടിപൊളി ആവട്ടെ, ഞെട്ടിക്കും, ഉറപ്പാണ്. എല്ലാം ഗംഭീരമായിരിക്കും എന്നൊരു പ്രതീക്ഷയാണ്. ഇപ്പൊ രാത്രിയിലാണ് കാണാൻ വന്നിരിക്കുന്നത്. തിരിച്ചെങ്ങനെ ഞാൻ പോകുന്നത്? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ വൈഫിനോട് പറഞ്ഞ് ഇന്റർവെല്ലാകുമ്പോ ഞാൻ വിളിക്കാം. ഇവിടെ ആന്റിയുടെ ഒരു വീടുണ്ട്, ചിലപ്പോ ഞാൻ അവിടെ പോയി പേടിപ്പിക്കും, ഉറപ്പാണ്. തീർച്ചയായും. എന്തായാലും രാഹുലിന്റെ പടമല്ലേ, നല്ല പടമായിരിക്കും. രാഹുൽ സദാശിവനുള്ള ഒരു വിശ്വാസം പിന്നെ ഉറപ്പായിട്ടും ഭൂതകാലം പിന്നെ ഒരു പ്രതീക്ഷ ഉറപ്പായിട്ടും വില വരുമെന്നാണ് തോന്നുന്നത്. ട്രെയിലറൊക്കെ കണ്ടപ്പോ എങ്ങനെ തോന്നി? ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു. മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ജയിച്ചേട്ടോ ഉറപ്പായിട്ടും. ഇല്ല, പ്രതീക്ഷയുണ്ട്. രാഹുലിന്റെ സിനിമ ആയതുകൊണ്ട് നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ പറഞ്ഞ പോലെ പുള്ളിയുടെ കഴിഞ്ഞ രണ്ട് സിനിമകളും, രണ്ടല്ല അതിനു മുമ്പ് റെഡ് ട്രെയിൻ എന്ന് പറഞ്ഞൊരു, റെഡ് ട്രെയിൻ എന്നാണെന്ന് തോന്നുന്നൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഷോർട്ട് ഫിലിം പോലെ. അത് നല്ലൊരു ഇതായിരുന്നു, ഒരു ഏലിയന്റെ പുള്ളിയുടെ. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ വന്നത് ഈ സമയത്ത്. ഇഷ്ടപ്പെട്ടു, ട്രെയിലർ ഇഷ്ടപ്പെട്ടു. അതെ 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 അതെ. പിന്നെ നല്ലതായിരിക്കും. എന്തായാലും ഒരു ഹൊറർ മൂഡിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പേടിക്കേണ്ടവന്നാ പേടിക്കാം, ഒന്ന് കണ്ടു നോക്കട്ടെ ആദ്യം. രാഹുൽ സദാശിവനിലുള്ള പ്രതീക്ഷയിലാണ് വന്നിട്ടുള്ളത്. അത് പ്രണവ് തിരിച്ചു വരുമോ വരാതിരുന്നാലും രാഹുൽ സദാശിവൻ ഒരു ഗ്യാരണ്ടീഡ് സാധനമാണ്. പ്രമേഹത്തിന് ശേഷമുള്ള ഒരു ഇതുവരെ പ്രണവ് ചെയ്തതിൽ ഒരു വ്യത്യസ്തത കാണുന്നുണ്ട്. എന്തായാലും അതിനകത്ത് ഒരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. ഒരു നല്ല ഒരു പ്രതീക്ഷ തരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും ക്രൂ, ഇത്രയും ആളുകൾ വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഞെട്ടിക്കും. അല്ല, രസം, നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. എന്താ നമുക്ക് കണ്ടു നോക്കാം. കുറച്ച് സമയം കൂടെ ഉള്ളു. അങ്ങനെ രാഹുൽ സദാശിവൻ, ബ്രഹ്മയുഗം, ഭൂതകാലം, ആ ഒരു വൈബ്. അതെ, പുള്ളിയിലാണ് പ്രതീക്ഷ. അതിന്റെ മേളിൽ പോകുന്ന പ്രതീക്ഷ ഉണ്ടോ? അതൊന്നും നമുക്കറിയില്ല. കണ്ടോ, ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് അത്രയും ഇതായിട്ട് തോന്നിയില്ല. കുറച്ച് മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു. പക്ഷെ പുള്ളിയിൽ നമുക്കൊരു വിശ്വാസമുണ്ട്. നമ്മൾ കണ്ട ട്രെയിലറിൽ കണ്ട കാര്യങ്ങളല്ലാതെ പടത്തിനകത്ത് ഒരുപാട് കാര്യം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അത് നമുക്ക് പടം കാണുമ്പോൾ അറിയത്തുള്ളൂ. ആ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കുറച്ച് പേരിൽ കാണുന്നുള്ളൂ. ചെറിയ പടമാണെന്ന് തോന്നുന്നു. ആകെ പ്രണവിനെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറെ ആർട്ടിസ്റ്റുകളുടെ ഒന്നും കൊടുത്തിട്ടില്ല. അതെ അല്ലേ? ഒന്നും അറിയത്തില്ല, നമ്മൾ കാണാൻ പോലെ.